ഞാൻ വീണ്ടും നാടൻ ഭക്ഷണത്തിൻ്റെ രുചി തേടി എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്ന പറഞ്ഞാൽ പാലാരിവട്ടത്തെ SN ജംഗ്ഷനിൽ നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള കോമോത്ത് ലൈനിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. എന്തായാലും ഞാൻ റെസ്റ്റോറൻറ്റിലൂടെ കയറാം. ഇതാണ് ചെമ്മീൻ എന്ന് പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ്. ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജസ്റ്റ് ഒരു ചെറിയ മരമൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെ എല്ലാ ലീവ്സൊക്കെ ഈ റെസ്റ്റോറൻറ്റിലൂടെ കയറിയിരിക്കുന്നത് അവരൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല. അവരെന്തോ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഈസ് അവർ പഞ്ചസാര മരം, ഡോണ്ട് കട്ട് ട്രീസ് എന്ന്. ശരിക്കും ഇതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാന്നുള്ളത്. ശരിക്കും ആരെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, അവർ കട്ട് ചെയ്ത് കളയാ ചെയ്ത്. ഇത് ശരിക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ശരിക്കും. അതിൻ്റെ അടിയിൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു ബോട്ടിലുണ്ട്. ഒരു ബോട്ടിൽ ഡ്രോപ്പ് ഇറിഗേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളം നിറച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഹോളിട്ട് ഡ്രോപ്പ് വൈസിൽ ഇങ്ങനെ വെള്ളം ആ ചെടിക്ക്, അതായത് നമ്മുടെ ആ മരത്തിന് നൽകിക്കൊണ്ടിരിക്കുക. ശരിക്കും നമുക്ക് വീട്ടിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വാടത്തില്ല, നല്ല വെയിലത്ത് നിന്നാലും ഒട്ടും വാടത്തൊന്നുമില്ല. എന്തായാലും നമുക്ക് കടലോട്ട് എൻ്റർ ചെയ്യാം. ഹായ്, ഇതാണ് നമ്മുടെ ചെമ്മീൻ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ സന്ദീപേട്ടൻ. സന്ദീപേട്ട, എന്താണ് നമ്മുടെ ഈ കടയ്ക്ക് ഇങ്ങനെ ചെമ്മീൻ റെസ്റ്റോറൻറ്റ്? ചെമ്മീൻ പേരിടാൻ കാരണം അറിയാലോ, സീ ഫുഡ് എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ചെമ്മീൻ. പിന്നെ അത് മാത്രമല്ല, നമ്മള് ചെമ്മീൻ ഒരു ഇത്തിരി വെറൈറ്റി പേരായിട്ട് തോന്നി അന്ന്, ആൾക്കാരൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത് തോന്നിയത് അന്ന്. നമ്മൾക്കൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെയുള്ള പേരുകളൊക്കെ ഇത്തിരി കൂടി അതൊരു മൈലേജ് കിട്ടുന്ന ഉള്ള രീതിയിൽ തോന്നിയോണ്ടാണ് അങ്ങനെ ഒരു പേരും കൂടി ഇട്ടത്. മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നാടൻ അല്ല, നമുക്ക് കൂടുതലും സീ ഫുഡ് ആണ് സ്പെഷ്യലൈസ്ഡ്. സീ ഫുഡ് സ്പെഷ്യലൈസ്ഡ് ആണ്. കൂടാതെ തന്നെ നമ്മൾ ടർക്കി, ചിക്കൻ വെറൈറ്റീസ് ഉണ്ട്, ബീഫിന്റെ വെറൈറ്റീസ് അതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാലും ചെമ്മീൻ്റെ വെറൈറ്റീസ് സീ ഫുഡിന്റെ വെറൈറ്റീസ് ആണ് കൂടുതലുള്ളത്. ഫോർ എക്സാമ്പിൾ ചെമ്മീൻ ഉണ്ട്, കല്ലുമ്മക്കായ, കൂന്തല്, ഞണ്ടിറച്ചി, മീൻ മുട്ട, ഫിഷ് കീമ, കരിമീൻ, നെയ്മീൻ, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. എന്തായാലും ഒരു അപ്രീഷിയറ്റബിൾ ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ അത് വണ്ണൊഴിക്കാനാണ് മരം ഞാൻ ശ്രദ്ധിച്ചു എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് കട്ട് ട്രീസ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നട്ടൊരു ചെറിയൊരു പഞ്ചസാര മരമാണ്. ഇത്തിരി വലുതായി ഇത്തിരി തണലൊക്കെ തുടങ്ങിയല്ലേ, ഇപ്പൊ കാണാൻ രസമുണ്ട്. എന്തായാലും നല്ലൊരു സംഭവമായി. നമുക്ക് എന്തായാലും നമുക്ക് കടയിലുള്ളൂ. പുറത്ത് ഒരു ബോഡി അങ്ങനെ എന്താ റൗഡിപ്പത്തിരി, ഡിസ്കോ സർബത്ത്, അങ്ങനെ കുറെ വേറൊന്നുമല്ല. നമ്മള് ചുമ്മാ അപ്പം പത്തിരി എന്നൊക്കെ ഉണ്ടാക്കാട്ടും ഇത് കാണുമ്പോൾ ആൾക്കാർ അതിനെ കുറിച്ച് ചോദിക്കാനും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാനും മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേക്കണമെന്നുള്ളൂ. നല്ല പെയിന്റിങ്സ്, അറിയാലോ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ്, ചെമ്മീൻ കാണാം ഇതിലൊക്കെ. ശരിക്കും ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണോ ചെമ്മീൻ ഒന്ന് പേരിട്ടതെന്നും കൂടി ചോദ്യം. രണ്ട് റീസൺ ഉണ്ട്. ഫിലിമിന്റെ ഒരു ഇൻസ്പിറേഷൻ മാത്രമല്ല, പിന്നെ ആ സീ ഫുഡ് റെസ്റ്റോറന്റ് എന്നുള്ളത് ആയതുകൊണ്ട് ചെമ്മീൻ അതിന് ആപ്റ്റ് ആയിരിക്കുന്നു തോന്നിയെന്ന്. പിന്നെ ആൾക്കാർ കുറെ കഴിഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന്. നല്ലൊരു കൺസെപ്റ്റ്. ഉള്ളില് പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല പെയിന്റിങ്ങും സത്യമാശം ശീല എല്ലാം കൂടെ ഉണ്ട്. എന്തായാലും നമ്മളിതൊരു സീ ഫുഡ് ബേസ്ഡ് ഇതാണെങ്കിലും കുറെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ ഉണ്ട്. ശരിക്കും പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ കുക്കിനൊക്കെ പരിചയപ്പെട്ട് എന്താ ഇന്ന് എനിക്ക് ഉണ്ടാക്കി തരാൻ പോണെന്ന് നോക്കാം. ഹായ്, വിഷ്ണു. ഇതാണ് നമ്മുടെ ഷെഫ്. ഞങ്ങൾക്ക് രണ്ടുപേരും രണ്ട് ഷെഫുമാരുള്ളത്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി രാവിലെ വന്ന് ഊണിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകും, കറികളും മീൻ കറികളൊക്കെ. ബാക്കിയെല്ലാം ഇന്നെന്താ നമുക്ക് ഗോപിച്ചേട്ടനല്ല നമുക്ക് ഇന്ന് ഉണ്ടായി തരാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്താ നമുക്ക് ഉണ്ടായി തരാൻ പോകുന്നത്? ടർക്കി ഇരിപ്പുണ്ട്. ടർക്കി നമുക്ക് കല്ലുമ്മക്കായ ട്രൈ ചെയ്യാം. കല്ലുമ്മക്കായ, മീൻമുട്ട എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല. മീൻമുട്ട വെച്ച് എന്താ? മീൻമുട്ട വെച്ച് തോരൻ എന്നുള്ള രീതിയില് തോരൻ. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ ഉണ്ടാക്കാം. തുടങ്ങാം നമുക്ക്. എന്തൊക്കെയാ ശരിക്കും കല്ലുമ്മക്കായ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം കല്ലുമ്മക്കായ നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടി വെച്ച് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ബോയിൽ വാളംപുളിയും കുടംപുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയുമായിട്ട് നമ്മൾ നിലവിൽ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. കുടംപുളി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചേക്കും. നമ്മൾ തൊഴിലാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സബോള അല്ലേ? സബോള നമ്മൾ ചെറുതായിട്ട് ഫൈൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയും. എന്താ ഫൈൻ സ്റ്റോപ്പ്? അത് തീർത്തും ചെറുതായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നു. വളരെ കുനുകുന, നല്ല കുത്തിയരിഞ്ഞ സവോളയൊക്കെ.
ഇത് ശരിക്കും നമ്മുടെ കക്കയുടെ വേറൊരു കക്കയുടെ അതിന് വേറൊരു പതിപ്പാണ്. പതിപ്പാണത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡായിട്ട് ചേർക്കുന്നത് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. ഇത് എല്ലാവരും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. വെളുത്തുള്ളി, പച്ചമുളക്, സബോള, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി കൂടി അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, കറിവേപ്പില. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ്, സബോള കുത്തിയരിഞ്ഞ, ഇതൊക്കെയാണ് നമ്മൾ ഈ കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കല്ലുമ്മക്കായ നമ്മൾ വേവിച്ച് വെച്ചത്, പിന്നെ നല്ല സവോള കുത്തിയരിഞ്ഞത്, പച്ചമുളകും, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, കറിവേപ്പില. ചെമ്മീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. എല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ആട്ടിയെടുക്കുന്നതാണോ? അത് നമ്മൾ ആട്ടിയെടുക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം സോപ്പെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ജസ്റ്റ് ഒന്ന് ശരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച ഇലയിൽ നമ്മുടെ ഇത് ഇലയില എന്ത് മീനാണിത്? അയല പൊതിഞ്ഞ് വെച്ചേക്കും. മീൻസ് ഇതല്ലേ എന്തോന്ന് അതിന്റെ പേര്? അയല പൊള്ളിച്ച് കേട്ടോ. അതിൽ വാഴയില കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ ശരിക്കും എണ്ണയ്ക്കകത്ത് നമ്മൾ ശരിക്കും വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ വെച്ചേക്കണം നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കണല്ല, നമ്മൾ തന്നെ പൊടിക്കണതാണ്. ഇത് നമ്മൾ ഏലക്ക ബാക്കിയുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മസാല. ഇത് പുറത്തൊരിക്കലും വാങ്ങിക്കാൻ കിട്ടിയല്ല. ഗരം മസാല, പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അത് ശരിക്കും കുരുമുളക് പൊടി, ഗരം മസാല വാട്ടിയ ഇതിൻ്റെ അതിൽ നമ്മൾ ശരിക്കും നമ്മൾ സോട്ട് ചെയ്തെടുക്കും. ഇത് ഏകദേശം ഒരു മസാല നമ്മളൊന്ന് ചൂടാവുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മയ്ക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇത് നമ്മൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഡ്രൈ ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഡീപ്പ് ഡ്രൈ ആയിട്ടാണ് നമ്മളിത് ഡ്രൈ ആയിട്ട് തന്നെയാണ് നല്ല ഡ്രൈ ആക്കും. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് ഓഫായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ശകലം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് മുകളിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്? അത് നമ്മൾ അതിൻ്റെ നാച്ചുറാലിറ്റി ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി, അതായത് നമ്മൾ ആട്ടിനെ വെളിച്ചെണ്ണയിലെ ഒറിജിനൽ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. എന്താ ഇത്ര ഉള്ളു സംഭവം? അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ഇങ്ങനെ നമ്മുടെ ഗോപിച്ചേട്ടൻ പ്ലേറ്റിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഏട്ടാ നമുക്ക് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻമുട്ട ഫ്രൈ ആണ്. അടുത്തുണ്ടാക്കുന്ന മീൻമുട്ട ഫ്രൈ നെയ്മീൻ്റെ മാത്രമാണ്. നമുക്കിത് ഇവിടെ വെച്ചേക്കാം. അത് വളരെ അപൂർവമായി മാത്രമാണ് കടകളിൽ കിട്ടുന്ന ഒരു സാധനമാണ്. നെയ്മീൻ്റെ മുട്ട വെച്ചിട്ടുള്ള ഫ്രൈ ആണ്.